ഞാൻ ഉൾപ്പെടെ കേട്ടിട്ടുണ്ട് കുറെ അമ്മമാർ ഇരുന്ന് പറയുന്നത്, അതായത് എന്താണ് ഈ കാണിക്കുന്നത്, ഇവിടുത്തെ കൾച്ചർ കളയുന്നു. അപ്പൊ അതിനോട് എന്താണ് അഭിപ്രായം? കൾച്ചർ കളയുന്നല്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പുതിയതായിട്ട് വരുന്ന പിള്ളേർക്ക് ഈ 15 വർഷം നിൽക്കാറ് ഇന്റർനെറ്റിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായതിനു ശേഷം ഇവർക്ക് എല്ലാം അറിയാം. ഇവിടെ വരുന്നവർക്ക് എവിടെ പോയാൽ ഫുഡ് കഴിക്കാം, എവിടെ പോയി ക്യൂ നിന്ന് എങ്ങനെ നൈറ്റ് ക്ലബ്ബിൽ കയറാം, അവിടുന്ന് എന്തൊക്കെ കിട്ടും, അവിടെ എന്താണ് സർവീസ്, എന്താണ് നമ്മുടെ റൈറ്റ് എന്നുള്ളത് പുതിയ തലമുറ പിള്ളേരെയും എല്ലാവർക്കും അറിയാം. പണ്ട് ഞങ്ങൾക്ക് അത് അറിയത്തില്ലായിരുന്നു. അതെ, അപ്പൊ ചുരുക്കത്തിൽ എല്ലാത്തിന്റെയും കടിയാണ്. ശരിക്കും ശരിക്കും ഞങ്ങൾക്കിതൊന്നും നടന്നില്ല. പണ്ട് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളിങ്ങനെ നൈറ്റ് ക്ലബിന് മുമ്പിൽ ആൾക്കാർ നിൽക്കുന്നു, അല്ലെ സിനിമാ തിയേറ്ററിൽ പോകുന്നതൊക്കെ വെച്ചാൽ വലിയ പാടാണ്. ഞങ്ങൾക്കൊന്നും ആ ഒരു കഷ്ടപ്പാടിൽ നിന്നാണ് വന്നതിന്റെ. ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഈ പുതിയ തലമുറക്കാർക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം കാണുമ്പോൾ ഈ കടി തന്നെയാണ് ഇതിന്റെ ഒരു അടിസ്ഥാനം. തീർച്ചയായും. അല്ല, ഞാൻ പറയുന്നത് അപ്പം ഈ തമാശകൾക്കൊപ്പം തന്നെ സീരിയസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഞാനിവിടെ. അപ്പൊ ചെറുപ്പക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കാരണം അവരൊരു കാലഘട്ടത്തിൽ രണ്ടൊരു പ്രായത്തിലേക്ക് എത്തും അല്ലെ. അപ്പം നിങ്ങൾ